വാസു, ഇവിടെ ഇയാൾക്ക് ഒരുപക്ഷെ ജോർജ് ജോസഫ് പറയുന്നത് പോലെ ഇതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അർജിറ്റ് ടു കിൽ, ഈ ആൾക്കാരെ കൊല്ലുമ്പോൾ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രകൃതം അറിയാം. പക്ഷേ നാട്ടുകാർ പലരും പറയുന്നത് ഇയാൾക്ക് ഏതോ ഒരു ബാങ്കിൽ 1,60,00,000 രൂപയും മറ്റൊരു ബാങ്കിൽ 40 ലക്ഷം രൂപ നിക്ഷേപം ഉണ്ടെന്നാണ് പറയുന്നത്. പലയിടത്തും പല സ്ഥലങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇയാൾക്ക് കാര്യമായി ഇത്രത്തോളം സമ്പാദ്യം ഉണ്ടാവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജോലി, ഇയാളുടെ ചെറുപ്പകാലം മുതൽ ഇയാൾ ഏതെങ്കിലും ജോലിക്ക് പോകുന്ന നാട്ടുകാരും കണ്ടിട്ടുമില്ല. അമ്മാവൻ എന്നാണ് ഇയാളുടെ നാട്ടിലെ വിളിപ്പേരെന്ന് പറയാൻ കഴിയുന്നത്. ഷെർലി വാസു, ഈ വീടിൻ്റെ ചുറ്റുവട്ടത്ത് കിട്ടിയിരിക്കുന്ന ഈ പറഞ്ഞ അസ്ഥികൾ അങ്ങേയറ്റം പൊടിച്ച് എന്നുള്ള മട്ടിൽ ക്രഷ് ചെയ്യുന്ന ആ ദൃശ്യങ്ങളൊന്നും കൂടെ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അങ്ങേയറ്റം പൊടിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള അസ്ഥികളുടെ തുണ്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്നല്ല, പലയാവർത്തി കരിച്ചതാണെന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. അതിൽ നിന്നും ശാസ്ത്രീയമായ തെളിവുകൾ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പരിമിതികൾ എത്രത്തോളമാകും ഈ കാലപ്പഴക്കം കൂടി കണക്കാക്കുമ്പോൾ, ഡോക്ടർ ഷെർലി വാസു? മ്യൂട്ടിലേറ്റഡ് ബോഡി അല്ലെങ്കിൽ അസ്ഥികൾ വീണ്ടും എടുത്ത് അസ്ഥി ആക്കിയതിന് ശേഷം വീണ്ടും അതിനെ കത്തിച്ചു പൊടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ കോംപ്ലക്സ് തന്നെയാണ്. എങ്കിൽ പോലും ആകെ മൊത്തം ഒരു റിക്കവറിയിലുണ്ടാകുന്ന അസ്ഥികളുടെ നമ്പർ, അതിൻ്റെ ഹ്യൂമൻ അനാട്ടമിക്കലായിട്ടുള്ള എത്ര ഭാഗം കിട്ടി എന്നുള്ളത് ഒരു ഡ്യൂപ്ലിക്കേഷൻ. കാരണം റൈറ്റ് തൈ ബോൺ 2 ഉണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടാളാണെന്ന് എടുക്കേണ്ടി വരും. അത് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയും. ഡ്യൂപ്ലിക്കേഷനൊന്നും ഇല്ലാതെ സൈഡ് ബോൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഫൈൻഡിൻ്റെ അകത്ത് എത്ര ആളുണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. കുറച്ച് ഇയാൾ എത്ര നശിപ്പിച്ചെന്ന് പറഞ്ഞാലും കുറച്ച് ഭാഗങ്ങൾ, അതായത് ഇടുപ്പല്ലിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഭാഗങ്ങൾ ഈ അവസാനം പറഞ്ഞ കേസിൽ നശിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ഇടുപ്പല്ലുകൾ ഫ്രണ്ടിൽ കൂട്ടിമുട്ടുന്ന ഭാഗമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് സ്ത്രീയാണെന്നുള്ളത് പറയാൻ പറ്റും. അതേപോലെ ഫീമർ, കാലിലെ തുടയിൽ ഇറങ്ങിയിരിക്കുന്ന കുഴിവ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ സാധാരണഗതിയിൽ ആനിമൽ അറ്റാക്ക് കഴിഞ്ഞു കഴിഞ്ഞാലും ബാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇയാൾ നശിപ്പിച്ചു കഴിഞ്ഞാലും ബാക്കി വരാനിടയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. അത് വെച്ചിട്ട് ഇത് സ്ത്രീയാണെന്നുള്ളതും ഇവരുടെ പ്രായം എത്രയാണെന്നുള്ളതും ഇവർക്ക് പ്രസവിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇനി ആ എല്ലിൻ്റെ ഡീപ്പർ പോർഷനിൽ ചുറ്റുവട്ടമൊക്കെ കത്തിയെങ്കിൽ പോലും കുറച്ച് DNA പ്രിസർവ്ഡ് ആയിട്ട് ഇരിക്കണുണ്ടാവാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ റൂട്ടിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ DNA പ്രിസർവ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും സയൻറ്റിസ്റ്റുകൾ ശ്രമിക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവരുടെ ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ്. ഇനി അതല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് മെറ്റീരിയൽ ഓബ്ജക്ട്സ് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. സാരി, ആഭരണം, ഹാൻഡ് ബാഗ് ആൻഡ് എ വുമൺ ഈസ് മിസ്സിങ്. ഇവരുടെ പ്രോക്സിമിറ്റി മൊബൈലിൽ വെച്ചിട്ടും പറയുന്നുണ്ട്. അപ്പം ജോർജ് ജോസഫ് സാറ് പറഞ്ഞത് ശരിയാണ്. ഈ ലാസ്റ്റ് കേസിൽ ആൾക്ക് കൺവിക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് ശരിയായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. പ്രോസിക്യൂഷൻ പ്രസൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടിരിക്കും. ആ കൺവിക്ഷൻ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇതിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇയാളുടെ ഒരു പ്രൊഫൈൽ, ഇയാൾ എന്ത് തരം ക്രിമിനൽ ആയിരുന്നു എന്നുള്ളത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം മറ്റ് മിസ്സിങ് സ്ത്രീകളുടെ അവശിഷ്ടങ്ങൾ കിട്ടുകയോ ഇതേമാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ നശിക്കാത്ത മെറ്റീരിയൽസ് ആ പറമ്പിലും കുളത്തിലൊക്കെ ഉണ്ടാവാൻ വഴിയുണ്ട്. എല്ലാ കാര്യങ്ങളും നശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇയാൾ എന്ത് തരം കില്ലറാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അയാൾക്ക് സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു മർഡർ ഫോർ പ്രോഫിറ്റ് എന്നുള്ള നിലയിലായിരിക്കും പോലീസ് അത് പ്രസൻറ്റ് ചെയ്യാൻ. അതാണ് സക്സസ്ഫുൾ ആവുക എന്ന് തോന്നുന്നു. അല്ല ഡോക്ടർ, അങ്ങനെ നമ്മൾ ഇയാൾ പണമുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ ഈ പണമുണ്ട്, പക്ഷേ ഇയാൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിച്ച, അല്ലെങ്കിൽ ആ പണം ചെലവാക്കി ജീവിച്ചത് ആയി ആർക്കും അറിവില്ല. അയാളുടെ ജീവിതശൈലി എന്ന് പറഞ്ഞാൽ വളരെ നോർമലായി ഒരു മധ്യവർഗത്തിൽ താഴെ മനുഷ്യൻ അങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് 2.5 ഏക്കർ സ്ഥലവും നടുക്കൊരു വീടൊക്കെ ഉണ്ട്. പക്ഷേ അത് കുടുംബ സ്വത്തായി കിട്ടിയതാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ പണത്തിനോടുള്ള ആസക്തി ഉള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ തട്ടിയെടുക്കുന്ന പണം അത് ചിലവാക്കി ആസക്തി പ്രകടിപ്പിക്കണമല്ലോ. ഇയാൾ അത് ചെയ്യുന്നുമില്ല. അപ്പോൾ എന്താണ് റിയൽ മോട്ടീവ് എന്ന സംശയം നിൽക്കുന്നുണ്ട് അവിടെ. അല്ല, ആവണമെന്നില്ല. ഒരു കംഫർട്ട് കില്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അയാൾക്ക് ജീവിത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊല്ലുന്ന ഒരാളുടെ പ്രകൃതമാണ് ഇതിൽ കൂടുതലും മുഴച്ചു നിൽക്കുന്നത്. ഇനി ഞങ്ങളൊരു ലാസ്റ്റ് കില്ലിങ്, അങ്ങനെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ കൊലപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ അത്
ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ സ്റ്റഡിയിൽ കൂടി പുറത്തു വന്നാൽ മാത്രമേ ഇയാളുടെ അടുത്ത് നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട സ്ത്രീകൾ ഇനിയും ഉണ്ടാവും. ഇയാളുടെ ട്രാപ്പിൽ വീണില്ല എന്നുള്ള നിലയിൽ രക്ഷപ്പെട്ടവർ അവർ കുറച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ തരാൻ മുന്നോട്ട് വരും. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു പെട്ടെന്ന് ലൈം ലൈറ്റിൽ വന്ന സമയത്ത് പെട്ടെന്ന് അവർക്ക് തീരുമാനം എടുത്ത് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഗ്രാജ്വലി പോലീസ് കണ്ടെത്തുകയും അത്തരം ധാരാളം ആൾക്കാരുടെ തെളിവുകൾ ഇതിലേക്ക് വരികയും ചെയ്യും. അപ്പോഴാണ് ഇയാൾ യഥാർത്ഥ ഉദ്ദേശങ്ങളും യഥാർത്ഥത്തിലുള്ള ഈ വ്യക്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഞാൻ എത്താം ഡോക്ടർ. രൂപേഷ് KR അദ്ദേഹം ഈ ബിന്ദു പത്മനാഭൻ ആക്ഷൻ കൗൺസിൽ 2017 പരാതി കൊടുത്തതിനെ തുടർന്ന് തന്നെ തുടങ്ങിയതാണ്. നേരത്തെ മുതൽ അവർ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച്